ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഞാൻ ഡെയിലി വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജൂലൈ 27-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൽ ബർത്ത്ഡേ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സംഗതി പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേയുടെ കാര്യം പറയാൻ കാര്യം കേട്ടോ. അല്ലെങ്കിൽ അതാണ്. അപ്പോൾ അത് ഞാൻ എന്താന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് നിക്ക് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയ ഒരു അപ്പാണ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ മാവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ മാവുള്ളത്. ഞാൻ അപ്പം റെഡിയായിട്ട് ബാക്കി കാണിക്കട്ടോ. പിന്നെ ഇത്രയും ദിവസം എന്താ വീഡിയോ ഇടാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാവും. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും. അതാണ് ഇപ്പോൾ മെയിൻ സംഭവിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഞായറാഴ്ചയാണ്, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേൻ്റെ കാര്യം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഈ UAE-ലുള്ളവർക്കൊക്കെ മിക്കവർക്കും അറിയായിരിക്കും, ഒരു ഹബീബി ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഓക്കെ അപ്പം കഴിക്കും ഒറ്റ മിനിറ്റ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ അപ്പോട്ടാ. ഇത് കളറ് ഫോണിൽ കാണുന്ന കളറേ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. ഇത് ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇക്കാക്ക് കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചേക്കോട്ടോ. ഇത് ക്യാമ്പം തുറക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നിട്ട് 2 ഗ്ലാസ് പൊടിയാണല്ലോ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല സോഫ്റ്റ് ആട്ടോ. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ കൊണ്ടും ഉണ്ടാക്കാം. ഞാൻ മൈദ കുറച്ചും കൂടി ഗോതമ്പ് പൊടി കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ട് മാത്രം ആണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 മുട്ട എടുത്ത് കേട്ടോ. 2 ഗ്ലാസ്സിന് 2 മുട്ട വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി, 1 മുട്ട തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് 1 മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട്, പിന്നെ മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പാനിൽ നമ്മൾ നോർമലി അപ്പമൊക്കെ ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ ശരിക്കും പൊങ്ങി വരും. നല്ല അപ്പാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും കൊണ്ട് ഇത്ര സോഫ്റ്റായിട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആക്ച്വലി ഇത് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ ഇത് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടി ഞാനിത് ഇവിടെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം പിന്നെ ഇന്നലെ ഞങ്ങളെ ഒരു ചിക്കൻ കടായി വാങ്ങിയിരുന്നു. ഇവിടെ അടുത്ത് കാലിക്കറ്റ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവി മാത്രം ബാക്കിയുണ്ട്, അത് ഞാൻ ചൂടാക്കി ഇക്കാക്ക് വെച്ചേക്കുവാണ്. പിന്നെ ചായ ഉണ്ട്. ആണെങ്കിൽ ആപ്പിളും കൊടുത്തിട്ടുണ്ട്, ഞാൻ അപ്പം കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ അങ്ങനെ നടന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ അപ്പം അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. പിന്നെ ഇന്നലെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന ഹണി കേക്ക്. അയ്യോ, ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ഫുള്ള് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ പറയാം. ഓക്കെ, മുന്ന മോള് ലുലു പോവാണല്ലേ മുന്ന. ബൈ. പോയി വാട്ടോ. ബൈ ബൈ ബൈ. അപ്പോൾ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ, ഇത് കണ്ട കോറൽ പെർഫ്യൂംസിൻ്റെ ഇത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു.
ഹബീബി ദുബായിൻ്റെ പേജിൽ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ മെഗാമാൾ, ഷാർജ മെഗാമാളിൽ കോറൽ പെർഫ്യൂംസിൻ്റെ പുതിയ ഷോപ്പ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോറൽ പെർഫ്യൂംസിൻ്റെ ഷോപ്പിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയോ ആയിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു സ്പ്രേ അവർ ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് പോലെ തരും എന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാനും ഇക്കാക്ക് ഇന്നലെ ചെന്ന് നോക്കി. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഇന്നലെ ചെന്ന് നോക്കി. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ എന്താ സംഗതി വെച്ചാൽ നമ്മൾ അവരുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. നോർമലി നമ്മളൊരു ആപ്പിൽ കയറുമ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ, ഞാൻ എൻ്റെ ഇക്കാൻ്റെ ഫോണിലാണ് ആപ്പ് കയറ്റി രജിസ്റ്റർ ഒക്കെ ചെയ്ത് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഇക്കാൻ്റെ ഫോണിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് പിന്നെന്താ, നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ എനിക്ക് കിട്ടിയത് ഈ പെർഫ്യൂമാണ്. ഷീന്ന് പേരുള്ള ഒരു പെർഫ്യൂമാണ്. കണ്ടോ, ഇത് നല്ല ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. ഞാൻ പിന്നെ അത് അഴിച്ചതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യണ സ്മെല്ലാണോ അതൊന്നും എനിക്കറിയില്ല. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ UAE ഇതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ഇക്കാൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ, ഇക്കാൻ്റെ ബർത്ത്ഡേ മെയ് 19 ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു പോൾ ബേക്സിൽ നിന്ന് ഇക്കാക്കൊരു കേക്ക് കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയത്. അതുപോലെ UAE നമുക്ക് ഇതേപോലെ സെഫോറയിലാണ് അങ്ങനെ എവിടെയൊക്കെയോ അങ്ങനെ ഫ്രീ ആയിട്ട് എന്തൊക്കെയോ കൊടുക്കണ പരിപാടി ഉണ്ട്. പിന്നെ മക്ഡൊണാൾഡ്സ് അല്ല, മറ്റേ നമ്മുടെ ഡോമിനോസ് പിസ്സ ഉണ്ടല്ലോ, അതിലൊക്കെയോ സംഗതികളിലുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് ആ പോൾ ബേക്സിൽ നിന്ന് വാങ്ങി. ഇപ്രാവശ്യം എനിക്ക് കോറൽ പെർഫ്യൂംസിൽ നിന്ന് ഇത് വാങ്ങിയതാണ് കേട്ടോ സ്പ്രേ. കണ്ടോ, അവരുടെ തന്നെ ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. അപ്പോൾ ഇതാണ് കിട്ടിയത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു സാനിറ്റൈസറും ഉണ്ടായിരുന്നു. കണ്ടോ, ഹാൻഡ് സാനിറ്റൈസർ. അപ്പം അങ്ങനെ ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് പറയാൻ ഉദ്ദേശിക്കണം. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയെന്നാണ് പറയണം. അപ്പോൾ നിങ്ങൾ UAE നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അവരുടെ ഷോപ്പിൽ പോയിട്ട് അതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. എമിറേറ്റ്സ് ഐ ഡി കൊടുത്തിട്ട് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. കോറൽ പെർഫ്യൂംസ് പിന്നെ പോൾ ബേക്സിലും ഇതേപോലെ ഉണ്ട്. പോൾ ബേക്സിലും എന്തൊക്കെയോ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കേക്ക് കിട്ടും. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഫേക്ക് ആണോ എന്നുള്ളത്. ഫേക്കൊന്നും അല്ല, നിങ്ങൾ പോയി നോക്കിക്കോ. ഇത് രണ്ടും എന്തായാലും ഫേക്ക് അല്ല, ഉറപ്പായിട്ടും കിട്ടും. ഞങ്ങളത് പോയി നോക്കിയിട്ടുള്ളതാണ്. ഈ ബാക്കിയൊക്കെ ഈ സെഫോറയെന്നും പിന്നെ ബാക്കി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടണ എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റാണോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി മുന്നേ പോയ ടൈമിൽ വേഗം ക്ലീനിങ് ഒക്കെ ചെയ്യട്ടെ. എൻ്റെ മുടിയൊക്കെ ആകെ ഭദ്രകാളിനെ പോലെ ഇരിക്കണേണ്. ഏതായാലും വേഗം ക്ലീനിങ് ഒക്കെ ചെയ്യട്ടെ കേട്ടോ. ഡ്രസ്സ് ഉണക്കാനിട്ടേക്കണേ ഇത്. വേഗം ക്ലീൻ ആക്കട്ടെ. ബൈ. അപ്പം അതേ മുന്നമോള് ലുലുവിൽ പോയി വന്ന്. ഇവർ ലുലുവിൽ മെയിനായിട്ട് പോയ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫർ കണ്ടിരുന്നു. പൊതി ബിരിയാണിക്ക് എത്ര 7 രൂപ എന്നൊക്കെ ഓഫർ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, നമ്മുടെ നോർമൽ ബിരിയാണി 1/2 കിലോ തരും. അങ്ങനെയാണ് 7 രൂപ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി അവിടെ നിന്ന് വാങ്ങിയില്ല. ഏതായാലും ബിരിയാണി വാങ്ങാൻ കരുതിയതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കാലിക്കറ്റ് ഗ്രില്ലിൽ നിന്ന് ഓർഡർ ആക്കിയതാട്ടാ. അപ്പോൾ അതേ മുന്നമോള് ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ഒരു കൈ കൊണ്ട് കഴിക്കാൻ പറയുമ്പോൾ പറഞ്ഞ് ഒരു കൈ കൊണ്ട് കഴിച്ചാൽ മറ്റേ കൈക്ക് സങ്കടമാകുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ 2 കൈ ഉപയോഗിച്ച് തിന്നുകൊണ്ടിരിക്കണല്ലേ. ഇഷ്ടമായോ? സൂപ്പറാണോ? ഒന്ന് സൂപ്പർന്ന് കാണിച്ചേ. ഓക്കെ, കഴിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് ഗ്രില്ലിൽ നിന്ന് വാങ്ങിയ ബിരിയാണി ട്ടാ. ഇവിടെ പായസം ഇട്ടാ. ഇവിടുത്തെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ പായസം കിട്ടും. എത്ര പീസ് ഉണ്ട് കാണിച്ചു? 2 പീസ് ഉണ്ട്. 2 പീസ് ഉണ്ട് അല്ലേ? 2 പീസും ചോറും ഇതാണ് കേട്ടോ. അപ്പോൾ അതേ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടാ. മോൾക്ക് ഞാൻ
അംഗനവാടിപ്പൊടി കൊടുക്കുവാണ്. അവള് വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ ഇതൊക്കെ കൊടുത്താലേ പറ്റുള്ളൂ. അതാണ് അംഗനവാടിപ്പൊടി കൊടുക്കാൻ വിചാരിച്ചത്. നാട്ടിൽ നിന്ന് ബാപ്റ്റിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് കഴിഞ്ഞു, അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു. അതാണിത്. ഇത് കൊടുക്കട്ടെ വേഗം. ഹലോ, അപ്പോൾ ഞങ്ങൾ മുന്നേ മോളിപ്പോൾ എന്താ കഴിച്ചത്? അംഗനവാടിപ്പൊടി കഴിച്ച് കുറച്ച് നേരം ആയിട്ടാണ്. ഇപ്പോൾ മരുവ് വാങ്ങി കൊടുക്കാനായി. അപ്പോൾ മുന്നേ മോൾക്ക് ഇതാ ബ്രെഡും പീനട്ട് ബട്ടർ വാങ്ങിയിരുന്നു. അത് ഇതാ അതും കൊടുക്കാൻ പോവാ അല്ലേ? ഒരു പാട്ട് പാടുവന്നോ? പാടുവോ? ഇത് വേണോ? ഓക്കെ, ഇവിടെ ഒന്ന് കയറി ഇരിക്കുന്ന. ഓക്കെ, ഇവിടെ ഇരിക്കി. ഓക്കെ, അപ്പോൾ ബ്രെഡ് ഇത് തേച്ച് പീനട്ട് ബട്ടറൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയണം അവൾക്ക് വേണ്ട, അവൾ തിന്നൂലാന്ന്. അപ്പോൾ ഈ ഒരു ടിഫിൻ ബോക്സ്, സ്നാക്ക് ബോക്സ് പോലത്തെ ഒരു പാത്രം താത്താൻ്റെ അടുത്ത് പോയപ്പോൾ താത്ത എനിക്ക് തന്നിരുന്നു മുന്നേക്ക് വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ചെറിയ എന്താ പീനട്ട് ബട്ടർ തേച്ച ബ്രെഡ് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൽ വെച്ചേക്കുവാണ്. ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ, കഴിക്കുമോന്ന് അറിയാം. ഇത് വേണോ? ഇവിടെ ഇരുന്ന് കഴിക്കും. സ്കൂളിൽ പോകുമ്പോഴേ കഴിക്കുള്ളൂ. ഇപ്പൊ കഴിക്ക്. കഴിച്ചോക്ക്. കഴിക്ക്. മിക്കി മൗസ് സക്സസ്. അങ്ങനെ കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട്. ഇനി അടുത്ത പണി എന്താന്ന് വെച്ചാൽ ഇക്കാക്ക ഓഫീസിലേക്ക് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ആദ്യം ഇക്കാക്ക എന്താ ലോണ്ട്രിയിൽ കൊടുക്കുക ചെയ്തിരുന്നത്. ലോണ്ട്രിയിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ ലോണ്ട്രി അല്ല, ഈ വാഷ് ചെയ്യണ സ്ഥലത്ത് അല്ല അയൺ ചെയ്യണ സ്ഥലത്ത് കൊടുക്കുക ചെയ്തിരുന്ന കേട്ടോ ആദ്യം. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ അയൺ ബോക്സ് വേണ്ട, കഴിച്ചോ. നിലുമോൾക്ക് സ്കൂളിൽ പോകാൻ ടിഫിൻ തന്നതാ കേട്ടോ, കഴിച്ചോ. അപ്പോൾ എന്താ ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് കൊടുക്കുക ചെയ്തിരുന്നത് കേട്ടോ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നെയാണ് അയൺ ചെയ്യണത്. ഞാൻ തന്നെ അയൺ ചെയ്യും, കക്കതിട്ട് പോകും. അപ്പോൾ അയൺ ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അയൺ ബോക്സ് ഉള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് അയൺ ചെയ്യണത്. അപ്പോൾ നാളെ തിങ്കളാഴ്ചയാണ്, ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ അയൺ ചെയ്യട്ടെ. അപ്പോൾ ഞാനും ഉക്കാക്കയും എന്താ ഡിന്നറിന് വേണ്ടി വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ജ്യൂസ് കുടിക്കാന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണതായിരിക്കും. ആപ്പിളും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ജ്യൂസ് അടിക്കുക, ABC ജ്യൂസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ ഇന്ന് കുടിക്കാൻ പോവാണ്. വെയിറ്റ് ലോസ് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കണത്. വെയിറ്റ് ലോസ് നടക്കുമോന്ന് അറിയില്ല. ഏതായാലും ഇന്നിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. എനിക്ക് വിശക്കണൊക്കെ ഉണ്ട്, ചോറക്കത്തിനാ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും മിക്സി എടുക്കാൻ എന്നാലും ഫുഡ് കഴിക്കണില്ല, ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ. വെള്ളം ഞാൻ
2 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വെള്ളം കൂടുതലാകുന്നുണ്ട്. ഏതെല്ലാം അടിച്ചു നോക്കട്ടെ. രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കുടിച്ചാൽ കാണാം. ഓക്കെ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി കഴിച്ചാൽ മുഖത്തെ പാടൊക്കെ പോകും. എൻ്റെ മുഖത്താണെങ്കിൽ അത്യാവശ്യം കുറേ പാടുകളുണ്ട്. മുഖത്തെ പാടൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ വെളുത്തുള്ളി തേനിലിട്ടിട്ടോ അങ്ങനെ കഴിക്കാം. പക്ഷെ ഞാനിങ്ങനെ കഴിക്കുകയാണ്, ചവച്ച് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ 7 ദിവസം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ചെയ്ത് നോക്കാം, അറിയില്ല. കഴിച്ചു നോക്കട്ടെ. വെളുത്തുള്ളി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നാക്ക് പൊള്ളണുണ്ട്. അപ്പോൾ മുന്നമോൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.